അസ്സലാമലൈക്കും. മനസ്സിലായി. കുറച്ച് കളർഫുൾ ആകട്ടെ എന്ന് വിചാരിച്ചു. വലൈക്കും അസ്സലാം. ഹൗ ആർ യു ഓൾ? നോമ്പ് എങ്ങനെ പോകുന്നു? ഇന്ന് 5, 6 ആയിട്ടുണ്ടല്ലേ? നാട്ടിലുള്ളവർക്കാണെങ്കിൽ ഇന്ന് 5ഉം ദുബായിലുള്ളവർക്കാണെങ്കിൽ ഇന്ന് 6ഉം. ഓക്കെ, ഇനി ആരെങ്കിലും ജോയിൻ ചെയ്ത് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്തെങ്കിലും ഷെയറിങ്, നോമ്പിന്റെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഷെയറിങ് ഉണ്ടോ? Anything? Any thoughts? Any realization? Any insights? Any spiritual connection? എന്തെങ്കിലും? ദൈവത്തോട് കൂടുതൽ അടുക്കുന്ന പോലെ ഉണ്ട്. വെരി ഗുഡ്, താങ്ക് യു. കുറെ കാലമായിട്ട് ഇല്ലാതിരുന്നൊരു ഫീലിങ്സിലേക്ക് തിരിച്ചു വന്ന പോലെയുണ്ട്. സൂപ്പർ, താങ്ക് യു. താങ്ക് യു ഫോർ ഷെയറിങ്. വെരി ഗുഡ്. പീസ്ഫുൾ ബ്ലിസ് ഫീൽ ചെയ്യുന്നുണ്ട്. മൊത്തത്തില് പേഷ്യൻസ് ഒന്നും കൂടി കൂടിയ മാതിരിയുണ്ട്. യെസ്, നമ്മളിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന സമയമാണിത്. അതാ പക്ഷെ ഇന്റേണൽ വർക്ക്. നമ്മൾ നോർമലി നോമ്പെന്ന് പറയുമ്പം വെറും ഭക്ഷണം കുറച്ചു നേരം ഉപേക്ഷിച്ചിട്ട് പിന്നെ അതിനു വേണ്ടി ബാക്കിയുള്ള ടൈം എഫേർട്ട് ഇടുക, അതിനുവേണ്ടി ബാക്കിയുള്ള സമയം നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കൽ, നോമ്പ് മുറിക്കാനുള്ള കഴിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പ്ലാൻ, അതിൽ മാത്രം ഒതുങ്ങിപ്പോവും. യഥാർത്ഥത്തിൽ ഇന്റേണൽ പ്യൂരിഫിക്കേഷൻ ഏറ്റവും കൂടുതൽ ചെയ്താൽ ഫലം കിട്ടുന്നതും ഇന്റേണലി പ്യൂരിഫൈ ചെയ്യേണ്ടുന്നതും ആയ ഒരു സമയമാണിത്. നന്നായിട്ട് പ്യൂരിഫിക്കേഷൻ നടക്കും ഈ സമയം. നമുക്കൊരു ക്ഷീണം പോലും തോന്നില്ല. നമ്മുടെ ഇന്റൻഷൻ ഡെയിലി ആ ഇന്റൻഷൻ സെറ്റിങ്ങിൽ തന്നെ ഇരിക്കണം. ആ ഇന്റൻഷനിൽ ഈ 30 days ഞാൻ അങ്ങനെ യൂസ് ചെയ്യാനാണ് എൻ്റെ തീരുമാനം. ആ ഒരു ഇന്റൻഷനിൽ തന്നെയാണ് നമ്മൾ പോകണമെങ്കിൽ ഡെഫിനറ്റ്ലി വി വിൽ ഇവോൾവ്ഡ്. നമ്മളിൽ ഒരുപാട് മാറ്റമുണ്ടാകും. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞത് ബർക്കത്ത് ജേണൽ ആണ്. ഇൻട്രസ്റ്റിംഗ്. നമുക്ക് ഇതിനകത്ത് നമ്മൾ സ്ക്രിപ്റ്റിങ്ങുമായിട്ട് കണക്ട് ചെയ്താൽ മതി. നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുമല്ലോ, ആ സ്ക്രിപ്റ്റിങ്ങുമായിട്ട് കണക്ട് ചെയ്യണം. ബാക്കിയുള്ളവർക്കാണ് ഞാൻ ഈ പറയുന്നത്. കോച്ചിങ്ങിൽ ഇത്, ലൈഫ് കോച്ചിങ്ങിൽ ഇത് സ്ക്രിപ്റ്റിംഗ് ആയിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവർക്കും ഇത് വളരെ നല്ലതാണ്. നമ്മളെ നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊരു ഡിവൈൻ പെർസ്പെക്റ്റീവിൽ ചെയ്യണമെങ്കിൽ വളരെ പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടും. ഓക്കെ, അതാണ് നമ്മൾ ഇന്ന് അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അല്ലേ, വളരെ ചെറിയൊരാള് ഒരു സ്പിരിച്വൽ ക്ലാസ് കേൾക്കാൻ ഇരിപ്പുണ്ട് ഇവിടെ. ഹായ്. ഓക്കെ, ഗുഡ്. ഓക്കെ, നമുക്ക് പോകാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബർക്കത്ത് ജേണൽ. അപ്പൊ അതിനു മുൻപ് വാട്ട് ഈസ് ബർക്കത്ത് എന്നറിയണം. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ വേർഡ് ബർക്കത്ത് മീൻസ് ഇൻക്രീസ് അല്ലെങ്കിൽ ഗ്രോത്ത്, കണ്ടിന്യൂറ്റി ഓഫ് ഗുഡ്നെസ്, ഡിവൈൻ എക്സ്പാൻഷൻ, സീക്രട്ട് മൾട്ടിപ്ലിക്കേഷൻ. ഇതെല്ലാമാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. നമുക്ക് ബർക്കത്ത് തരണേ ബർക്കത്ത് തരണേ എന്ന് നമ്മൾ പറയാറില്ലേ? വർദ്ധിപ്പിക്കുക, വലുതാക്കുക, കൂട്ടിത്തരിക, വളർച്ച ഉണ്ടാകുക, ഒരു നന്മ എല്ലാത്തിലും ഉണ്ടാകുക, ഒരു ഡിവൈൻ എക്സ്പാൻഷൻ ഉണ്ടാകുക, ഒരു സീക്രട്ട് മൾട്ടിപ്ലിക്കേഷൻ. അതാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. അത് ഒരു ജസ്റ്റ് മോർ, കുറച്ച് കൂടുതൽ എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. കൂടുതലാണ്, പക്ഷെ അത് മാത്രമല്ല അർത്ഥം. ഇറ്റ്സ് മോർ ഗുഡ്നെസ് ഈസ് ഇൻ വാട്ട് ഓൾറെഡി എക്സിസ്റ്റ്. ഇപ്പോഴുള്ളതിലും കൂടുതൽ ഗുഡ്നെസ്, നന്മ ഉണ്ടാകുക. അതാണ് ബർക്കത്ത് ഉണ്ടാക്കി തരിക എന്നൊക്കെ പറയില്ലേ, ബർക്കത്ത്. ചില ആൾക്കാർക്ക് എത്ര ഫിനാൻഷ്യലി ഇതൊക്കെ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ എത്ര ഒരു ഗ്രോത്ത് ഉണ്ടെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകത്തില്ല. ചില ആൾക്കാർക്ക് കുറച്ചേ ഉണ്ടായിരിക്കുള്ളൂ, പക്ഷെ അവർക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനും പീസും ഒരു ഗുഡ്നെസ്സും എല്ലാ കാര്യത്തിലും ഒരു ഒത്തിരി എന്തോ ഒരു വലിയ കാര്യമുള്ളത് പോലെ ഒരു ഫീൽ ചെയ്യും. അതാണ് ബർക്കത്ത് എന്ന് പറയുന്നത്, ബർക്കത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ ഉള്ളതിനെ നമുക്ക്
ആ ഉള്ള എന്താണോ അതിൽ നമ്മൾ ഒരു ഗുഡ്നെസ് കാണുക, ഒരു നന്മ കാണുക. അത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. നമ്മൾ വിചാരിക്കുന്നതാണ് ഈ ബർക്കത്തൊക്കെ എനിക്ക് എവിടുന്നോ പുറത്തുനിന്ന് കൊണ്ട് തരും, അതെനിക്ക് എവിടുന്നോ വരുന്നതാണ്. നമ്മളാണത് കണ്ടെത്തേണ്ടുന്നത്. നമ്മളത് ഇപ്പം സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്, നോർമലി ആളുകൾ വിചാരിക്കും എനിക്ക് സ്റ്റേബിൾ ആണോ, എനിക്ക് സ്റ്റേബിൾ ആകാൻ പറ്റുന്നില്ല, സോ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല, റിലേഷൻഷിപ്പിൽ സ്റ്റേബിൾ അല്ല, അതുപോലെ കരിയറിൽ സ്റ്റേബിൾ അല്ല, അതുപോലെ എനിക്ക് ഒന്നിനും ഹെൽത്ത് സ്റ്റേബിൾ അല്ല, എനിക്ക് സ്റ്റേബിൾ ആക്കണം. അപ്പം നമ്മൾ എന്താ വിചാരിക്കുന്നത്, ഈ സ്റ്റേബിൾ എന്ന് പറഞ്ഞൊരു സാധനം നമ്മളുടെ എവിടെ നോക്കി വരാൻ പോകുന്നതാണ്, ഞാൻ കാത്തിരുന്ന് കൊണ്ടുവരേണ്ടതാണ്. അല്ല, വി നീഡ് ടു ക്രിയേറ്റ് ദാറ്റ് സ്റ്റെബിലിറ്റി. അതേപോലെ വി നീഡ് ടു ക്രിയേറ്റ് ദാറ്റ് ബർക്കത്ത്. നമ്മളാണ്, നമ്മുടെ ഉള്ളിൽ നിന്നാണ് അത് വരേണ്ടുന്നത്. അതിനുവേണ്ടിയാണ് നമ്മളാണ് അതിനെ പ്രിപ്പയർ ചെയ്യേണ്ടുന്നത്. ഖുർആനിൽ ബർക്കത്ത് എന്ന് പറയുന്നത്, അള്ളാഹ് ഈസ് ദ സോഴ്സ് ഓഫ് ഓൾ ബർക്കത്ത്. ദൈവം അല്ലെങ്കിൽ ഹയർ കോൺഷ്യസ്നസ്, അള്ളാഹു ആണ് എല്ലാ ബർക്കത്തിൻ്റെയും സോഴ്സ്. ഹയർ സെൽഫ്, ഹയർ കോൺഷ്യസ്നസ് ആണ് ഈ ഒരു സോഴ്സ് എന്നാണ് പറയുന്നത്. ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾക്ക് അത് കിട്ടാനുള്ള, അതിലേക്ക് നമ്മൾ ആ ഒരു സോഴ്സിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്ത്, ആ സോഴ്സുമായിട്ട് കണക്ട് ചെയ്ത് നമ്മളത് ക്രിയേറ്റ് ചെയ്യണം. ബ്ലെസ്ഡ് ഈസ് ഹീ ഇൻ ഹൂസ് ഹാൻഡ് ഈസ് ഡൊമിനിയൻ. അത് സൂറത്തുൽ മുൽക്കിൽ പഠിച്ചവൻ പറയുന്നുണ്ട്, ബർക്കത്ത് കംസ് ഫ്രം അലൈൻമെന്റ് വിത്ത് മീ. ഞാനുമായിട്ട് അലൈൻഡ് ആകുന്ന, ആ ഡിവൈൻ സോഴ്സുമായിട്ട് അലൈൻഡ് ആകുന്നവർക്കാണ് ബർക്കത്ത് കിട്ടുന്നത്. നോട്ട് എഫേർട്ട് എലോൺ. എഫേർട്ട് മാത്രം പോരാ. അതുകൊണ്ടാണ് എത്രയോ കോടീശ്വരന്മാർ കാശുണ്ടാക്കുന്ന മില്യനേഴ്സ്, ട്രില്യനേഴ്സ്, അവർക്ക് ഹാപ്പിനെസ് ഇല്ല, അവർക്ക് പീസ് ഓഫ് മൈൻഡ് ഇല്ല. അവർ പറയാറുണ്ട്, എൻഡ് ഓഫ് ദ ഡേ ഇത് ഇത്രയും എനിക്കുണ്ട്, പക്ഷെ എനിക്കൊരു സന്തോഷമില്ല, അല്ലെങ്കിൽ എനിക്കൊരു പീസ് ഇല്ല എന്ന് പറയുന്നത് ഈ ബർക്കത്തിൻ്റെ എലിമെൻ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ എഫർട്ട് ഇടുന്ന, നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ ആ ഒരു ഡിവൈൻ, ഒരു 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 സീക്രട്ട് ഫുൾനെസ്, ഗുഡ്നെസ് നമ്മളുടെ കയ്യിലില്ല എങ്കിൽ, ഒരു ഇത്രയും എനിക്ക് ഉണ്ടെന്നുള്ളൊരു ഫീൽ ഇല്ല എങ്കിൽ അവിടെ ഹാപ്പിനെസ് ഇല്ല. അത് ഹയർ കോൺഷ്യസ്നസ്, അള്ളാഹുവിൻ്റെ അടുത്താണ് അതുള്ളത്. ബർക്കത്ത് ആ ഒരു അലൈൻമെൻറ്റിൽ വരുന്നവർക്കാണ് ആ ബർക്കത്ത് കിട്ടുക. ഡിവൈൻ സോഴ്സുമായിട്ട് അലൈൻഡ് ആകുന്നവർക്ക്. അലൈൻഡ് ആകാൻ പറ്റിയ ഏറ്റവും നല്ല മാസമാണ് റമദാൻ. അപ്പോൾ ഈ റമദാനിൽ നമ്മൾ അലൈൻഡ് ആകാനുള്ള എന്തൊക്കെ കാര്യങ്ങളിലൂടെ നമുക്ക് അലൈൻഡ് ആകാം, എന്തൊക്കെ കാര്യങ്ങളിലൂടെ അലൈൻഡ് ആകാൻ പറ്റും? ഖുർആൻ പാരായണം. റമദാനിലാണ് ഖുർആൻ അവതരിച്ച മാസമാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ എന്ന് പറയുന്ന, അത് പഠിക്കുവിൻ വായിക്കുവിൻ എന്ന് ഉത്ബോധനം ചെയ്ത്, അല്ലെങ്കിൽ അതാണ് ഖുർആൻ പറയുന്നത്. അറിവുണ്ടാക്കുക, ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് നമ്മൾ ഒരാൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കലാണ്. അതൊരു ചാരിറ്റിയാണ്, അതൊരു കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ അതാണ് ഈ ഖുർആൻ്റെ ഒരു അവതരിച്ച മാസം എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ വായിക്കുക, ഖുർആൻ ഓതുക, വായിക്കുക, പഠിക്കുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, അതൊരു അലൈൻമെൻ്റ് ആണ്. രണ്ട്, നമസ്കാരം കൃത്യമായി, ആ ഒരു സുജൂദ് കൃത്യമായി നമ്മൾ നമസ്കരിക്കുക. അപ്പം നമസ്കരിക്കാൻ അറിയാത്ത, അല്ലെങ്കിൽ നമസ്കരിക്കാത്തവർക്ക് ആ ഒരു 5 നേരം നിങ്ങൾ പ്രെയറിൽ ഇരുന്നാൽ മതി, സൈലൻസിൽ. ഹയർ കോൺഷ്യസ്, നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവമാണോ ആ ദൈവത്തിന് മനസ്സിൽ കണ്ട്, 2, 3, 5 നേരം വേണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് പറ്റുന്ന സമയം അത്രയും അലൈൻഡ് ആകാൻ ശ്രമിക്കുക പ്രെയറിലൂടെ, ഗ്രാറ്റിറ്റ്യൂഡിലൂടെ. 3, ഗ്രാറ്റിറ്റ്യൂഡാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൂട്ടുക അലൈൻമെൻറ്റിന് വേണ്ടിയിട്ട്. 4, നമ്മൾക്ക് ഈ സമയം നിഷിദ്ധമായ കാര്യങ്ങൾ ഡിസസോസിയേറ്റ് ചെയ്യുക. അതായത് മറ്റുള്ളവരെ കുറിച്ച് ദോഷം പറയുന്നത്, മറ്റുള്ളവരുമായിട്ട് വഴക്കുണ്ടാക്കുന്നത്, മറ്റുള്ളവർക്ക് വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ, മറ്റുള്ളവരുമായിട്ടുള്ള മാനസിക പിരിമുറുക്കങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രഡ്ജ്, ആങ്കർ, ഇതെല്ലാം ലെറ്റ് ഗോ ചെയ്യണം. കംപ്ലീറ്റ് ലെറ്റ് ഗോ ചെയ്യുക, ടോട്ടലി, അങ്ങനെ തന്നെ പറയാം. ഇങ്ങനെയാണ് നമുക്ക് അലൈൻമെൻറ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റുക. ആ ഒരു സൂക്ഷ്മത ഏറ്റവും കൂടുതൽ നിലനിർത്തേണ്ടുന്ന ഒരു സമയമാണ് റമദാൻ. അപ്പം അങ്ങനെ നമ്മൾ അലൈൻമെൻ്റ് ആകുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ബർക്കത്ത്, നമുക്ക് ആ ഫുൾനെസ്, പറയുന്ന സീക്രട്ട് മൾട്ടിപ്ലൈ ചെയ്ത് തരും. അത് നമുക്ക് ലഭിക്കും ആ അലൈൻമെൻറ്റിലേക്ക് പോയാൽ. സോ ഗ്രാറ്റിറ്റ്യൂഡ് അട്രാക്ട്സ് ഇൻക്രീസ്. ഈ വർദ്ധിപ്പിക്കുന്നതിന് അട്രാക്ട് ചെയ്യുന്നതാണ് നന്ദി എന്ന് പറയുന്നത്. ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ, ഐ വിൽ ഷുവർലി ഇൻക്രീസ് യു. സൂറത്തുൽ ഇബ്രാഹിം 14:7, 14-ാമത്തെ വചനം.
നിങ്ങൾ എത്രത്തോളം, ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡിന്റെ മഹാത്മ്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇൻക്രീസ് എന്ന് പറയുന്നത് മണി മാത്രമല്ല. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നത് പണം ആണ്. നമ്മൾ അതുണ്ടെങ്കിലാണ് ബാക്കിയുള്ളത് വരിക എന്നൊക്കെ ഒരു ധാരണയുണ്ട്. നോ, ഇറ്റ് ഇൻക്ലൂഡ്സ് പീസ്. സമാധാനം വർദ്ധിപ്പിച്ചു തരും. പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്, ഒരു ഇൻസെക്യൂരിറ്റി അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുക എന്ന് പറയുന്നത്, ഇറ്റ്സ് ഇൻക്ലൂഡ് എവറിഥിങ്. ദെൻ ക്ലാരിറ്റി ഇല്ലായ്മ ഒരു ഇല്ലായ്മയാണ് ആക്ച്വലി. അപ്പോൾ കോച്ചുമാർക്ക് നന്നായിട്ട് അറിയാം എന്താണ് ക്ലാരിറ്റി കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്ന് വളരെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഇതിനകത്ത് ബർക്കത്ത് എന്ന് പറയുന്നതിൽ ക്ലാരിറ്റി ഉണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമ്മൾ അറിയാത്ത അവസരങ്ങൾ നമ്മളിലേക്ക് തേടി വരും. ഗ്രാറ്റിറ്റ്യൂഡ് ആക്ടിവേറ്റ് ബർക്കത്ത്. ഒരു സീക്രട്ട് എക്സ്പാൻഷനാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. അത് വലുതാക്കി കൂട്ടിത്തരാൻ ഗ്രാറ്റിറ്റ്യൂഡിന് കഴിയും, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ. തഖ്വ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് പറയുന്നത് ഗോഡ് കോൺഷ്യസ്നെസ് ആണ് തഖ്വ എന്ന് പറയില്ലേ. ഗോഡിനെ കുറിച്ചുള്ള ആ ബോധത്തിൽ ഇരിക്കുക, മുഴുകുക. ഒരു ഹിഡൻ പ്രൊവിഷൻ ഓപ്പൺ ചെയ്യുന്ന ഒരു സാധനമാണ് തഖ്വ എന്ന് പറയുന്നത്. Whoever has taqwa of Allah, he will make a way out for him and provide for him from where he does not expect. ഒരാൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് തഖ്വ എടുക്കുന്ന ഒരാൾക്ക് അള്ളാഹു എല്ലാം ചൊരിഞ്ഞു കൊടുക്കുമെന്നാണ് പറയുന്നത്, എല്ലാം പ്രൊവൈഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മളുടെ ഒരു എന്താ പറയണ്ട, നമ്മളുടെ ഒരു വൈൽഡ് എക്സ്പെക്ടേഷനിൽ പോലും ഇല്ലാത്ത നന്മകൾ നമ്മളിലേക്ക് കൊണ്ടുതരും. ഇഫ് യു ആർ റെഡി ടു ഡു തഖ്വ അറ്റ്ലീസ്റ്റ് ഇൻ 30 days. പ്യുവറായിട്ട് പറഞ്ഞൊന്നുകൂടി പറയാം മാം. whoever has taqwa എന്ന് പറഞ്ഞിട്ടൊരു സെന്റൻസ് പറഞ്ഞു. യെസ്, whoever has taqwa of Allah, he will make a way out for him and provide for him from where he does not expect. സൂറത്തുൽ തലാഖ്. നമ്മൾ അറിയാത്ത ഡോറുകളിലൂടെയാണ് ബർക്കത്ത് വരുന്നത്. നമ്മൾ നോക്കിയിരിക്കുന്ന ഡോറിലൂടെ അല്ല ബർക്കത്ത് വരുന്നത്. നമ്മൾ അറിയാത്ത വാതിലുകളിലൂടെയാണ് ബർക്കത്ത്. അതൊരു അവസരമായിട്ട് വരാം, സമാധാനമായിട്ട് വരാം, പ്രൊട്ടക്ഷനായിട്ട് വരാം. ചിലപ്പോൾ നമ്മൾ ഭയങ്കര പെയിൻ അനുഭവിക്കുന്നുണ്ടാകും. നമ്മളെ പ്രിയപ്പെട്ട നമ്മളോട് കാണിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മളെ നിഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്നില്ലല്ലോ, എനിക്ക് ആവശ്യമുള്ള ആ ഒരു എന്താ പറയണ്ട, ആ ഒരു കെയറും പ്രൊട്ടക്ഷനും ആസ് എ വൈഫ്, ആസ് എ ഹസ്ബൻഡ് എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് പെയിൻ എടുക്കുന്നുണ്ടാവും. ഇഫ് അല്ലെങ്കിൽ ഹെൽത്ത് ആയിരിക്കാം പ്രശ്നം. ഇഫ് യു ആർ റെഡി ടു ബി തഖ്വ, ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ത്രൂ അൺഎക്സ്പെക്റ്റഡ് ഡോർസ്. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത വാതിലുകളിലൂടെ അത് നിങ്ങളിലേക്ക് വരും. Then charity multiplies. The example of those who spend in the way of Allah is like a seed that grows 7 areas. 7 years. In every year is 100 grains. അതായത് നമ്മൾ വിചാരിക്കാൻ, അതായത് നമ്മളിപ്പം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മളൊരു വിത്ത് നട്ട് മുളപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റൻഷനോടെ നമ്മളൊരു കാര്യം ചെയ്യണമെങ്കിൽ അത് ആ ഒരു സംഭവം 7 ചെവികൾ, അതായത് 7 തരത്തിൽ മൾട്ടിപ്ലൈ ചെയ്ത് വളരുകയും അതിനകത്ത് ഹൺഡ്രഡ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഗ്രെയിൻസ് ഉണ്ടാകുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അതിൻ്റെ കറക്റ്റ് അർത്ഥം ഇത് സൂറത്തുൽ ബഖറയിൽ പറയുന്നതാണ്. 2:261. സൂറത്തുൽ ബഖറ കാണാൻ അറിയുന്നവർക്ക് അറിയാമായിരിക്കും. അതായത് 1 700 വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം രാജിമോളാണ് ഈ ഒരു സംഭവം വന്നത്. ഇതാണ് ബർക്കത്തിൻ്റെ മാത്തമാറ്റിക്സ്. ഒരു കാര്യം നമ്മൾ ചെയ്യണം, ഒരു വിത്തിട്ടാൽ 700 ഒരു വിത്തിടുകയാണെങ്കിൽ അതായത് ഒരു നന്മ നമ്മൾ ചെയ്യണമെങ്കിൽ 700 റിവാർഡ് കിട്ടും എന്ന് പറയുന്ന പോലെ 700 മടങ്ങ് റിവാർഡ് എന്ന് പറയുന്നത്. സൂറത്തുൽ ബഖറയുടെ ആദ്യ പാഠങ്ങൾ, ദാറ്റ് മീൻസ് ബഖറ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് ഭാഗമെങ്കിലും ബൈ ഹാർട്ട് ആക്കിയിട്ട് ഡെയിലി ഓതുന്നത് നല്ലതാണ്.
ഖുർആൻ നമ്മൾ കംപ്ലീറ്റ് ഓതി പൂർത്തിയാക്കി കഴിയുമ്പോൾ ഒരിക്കൽ കൂടി ഫാത്തിഹയും ബക്കറയുടെ കുറച്ചെങ്കിലും ഓതി സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്, ദുആ ചെയ്തതിന് ശേഷം ഖുർആൻ ഓതുന്ന സമയത്ത്. നമ്മൾ ഡെയിലി ലൈഫിൽ ബർക്കത്ത് എങ്ങനെയാണ്, ബർക്കത്ത് കാണിക്കുന്നത് എങ്ങനെയാണ് ഡെയിലി ലൈഫിൽ നമ്മളത് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണം? നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ചില ആൾക്കാർ പറയില്ലേ, നോർമലി ഡെയിലി പറഞ്ഞ വീട്ടമ്മമാരും അല്ലാത്തവരും ഒക്കെ പറയുന്ന ഒരു കംപ്ലൈന്റ് എന്താണ്, വ്യക്തികളെ കുറിച്ചല്ലാത്ത പറയുന്ന ഒരു കംപ്ലൈന്റ് എന്താണ് നോർമൽ ലൈഫിൽ? വീട്ടമ്മമാര് എപ്പോഴും പറയും സമയമില്ലെന്ന് പറയുന്നതിന്. കറക്റ്റ്, എക്സാക്ട്ലി. 24 hours നമുക്ക് സഫീഷ്യൻ്റ് അല്ല എന്ന് പറയും. അത് പ്രാക്ടീസ് ചെയ്യണം. 24 hours എനിക്ക് സഫീഷ്യൻ്റ് ആണ്, 24 hours ഉണ്ടല്ലോ, അതാണ് ഒന്നാമത്തെ പ്രാക്ടീസ്. എനിക്ക് ടൈമിൽ ബർക്കത്ത് വന്നാൽ പ്രശ്നമില്ലല്ലോ. ടൈം ഈസ് ഇക്വൽ ടു ലൈഫ്. 24 hours എനിക്ക് ഉണ്ടല്ലോ, അതാണ് ആദ്യത്തെ പ്രാക്ടീസ്. ഫീൽ സഫീഷ്യൻറ്റ്. 24 hours ഫീൽ ഈ സഫീഷ്യൻറ്റ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പം സ്മോൾ ഇൻകം ഉള്ള ഒരാൾ, ഇപ്പം സ്മോൾ ഇൻകം ആണുള്ളത്, അവരുടെ ആ ഒരു ബർക്കത്ത് അവരിലേക്ക് വരുന്ന സമയത്ത് അവരറിയാതെ തന്നെ വലിയ നീഡ്സ് പോലും ആ സ്മോൾ ഇൻകം വെച്ച് കവർ ചെയ്യാൻ പറ്റും. ചെറിയ ഇൻകം ആണെങ്കിലും വലിയ വലിയ കാര്യങ്ങൾ, വലിയ നീഡ്സ് അത് വെച്ച് എങ്ങനെയാണെന്ന് അവർക്ക് പോലും അറിയില്ല. ബർക്കത്ത് അവരിലേക്ക് വന്നാൽ എഫേർട്ട് അവരിടുന്ന ഒരു ബർക്കത്തുള്ള ഒരു വ്യക്തി, ബർക്കത്ത് ഓൺ ചെയ്യുന്ന ഒരാൾ ഒരു ചെറിയ എഫേർട്ട് ഇടുന്നു എന്ന് വിചാരിക്കുക, അൺഎക്സ്പെക്റ്റഡ് റിസൾട്ട് കിട്ടും. അൺഎക്സ്പെക്റ്റഡ് റിസൾട്ട് ചെറിയൊരു എഫേർട്ടാണ്. ബർക്കത്തുള്ളിലുണ്ടല്ലോ, ആ ബർക്കത്ത് അലൈൻമെന്റിൽ വന്ന് നമ്മൾ ആ ബർക്കത്തിലാണെങ്കിൽ എ സ്മോൾ ഓപ്പർച്യൂണിറ്റി ലീഡ്സ് ടു ലാർജർ ഡോർസ്. ചെറിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഒരു സംഭവം കേട്ട് നമ്മൾ പോകുന്നു, പക്ഷേ അവിടെ എത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുമ്പോഴേക്കും വലിയ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കിട്ടിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈവൻ നമുക്കത് ബർക്കത്ത് നമ്മൾ ഉള്ളിൽ വേണം. യു ഫീൽ പ്രൊട്ടക്റ്റഡ് ഫ്രം അൺസീൻ ഹാം. എന്ത് വന്നാലും നമുക്ക് കുഴപ്പമില്ല, നമ്മളാരോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഫീലിംഗ് നമുക്കുണ്ടാവും. നമ്മളാരോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഫീലിങ്ങിലായിരിക്കും നമ്മൾ ലീവ് ചെയ്യുന്നത്. ആ ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡ് നമുക്കുണ്ടെന്ന് തോന്നും. ഇത് ക്വാണ്ടിറ്റിയിലല്ല കേട്ടോ, ക്വാളിറ്റി പ്ലസ് കണ്ടിന്യൂറ്റി. ആ ഒരു ക്വാളിറ്റി ഉണ്ടാവും, ഒരു കണ്ടിന്യൂസ്, നമുക്ക് അങ്ങനെ തന്നെ ഫീലിംഗ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതിനകത്തൊരു ബർക്കത്തിൻ്റെ ഒരു സൈക്കോളജിക്കൽ ഇൻസൈറ്റ് കൂടെ ഞാൻ പറയാം. നെർവസ് സിസ്റ്റം റെഗുലേറ്റ് ചെയ്യും. നമുക്ക് ആ പീസ് ആൻഡ് കാമിലായിരിക്കുമല്ലോ. ഒരു ബർക്കത്ത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കാംനെസ് ആണ്. അപ്പോൾ നെർവസ് സിസ്റ്റം ഒരു സേഫ്റ്റിയിലേക്ക് പോകും. പിന്നെ ഓഫ് കോഴ്സ് നമുക്കൊരു ക്ലിയർ ഇൻറ്റൻഷൻ, ഒരു നിയത്തുണ്ട്. ആ നിയത്തുണ്ടെങ്കിൽ നമുക്കത് അവിടെ വർക്കാവും. ക്ലിയർ ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കും. അപ്പം ആ നിയത്തുള്ളത് കൊണ്ട് തന്നെ അത് നന്നായിട്ട് ഫങ്ഷൻ ചെയ്യും. ദെൻ ഇമോഷണൽ അലൈൻമെൻറ്റ്, പ്രോപ്പറായിട്ട് ഇമോഷൻ, നമുക്ക് ട്രസ്റ്റ് ഉണ്ട്, ഫെയ്ത്ത് ഉണ്ട്, സറണ്ടർ ആണ്. പിന്നെ വൈ ഷുഡ് ബി വറി? ഇതൊന്നും ഇല്ലാത്തവനാണ് ഈ പേടിക്കുന്നത്. സറണ്ടർ, നിങ്ങൾക്ക് നിങ്ങളുടെ ഹയർ കോൺഷ്യസുമായിട്ട് ഒരു ഫെയ്ത്ത് ഇല്ലെങ്കിലാണ് നമുക്ക് ഈ പ്രശ്നം, ഫിയർ ഉണ്ടാകുന്നത്. ഈ ഫെയ്ത്ത് ഉള്ളിടത്ത് ഫിയർ വരത്തില്ല. ഫിയറിനെ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് അവിടെ ഫെയ്ത്ത് കൾട്ടിവേറ്റ് ചെയ്യണം. അൺഷേക്കബിൾ ഫെയ്ത്ത്. സാധാരണ ഫെയ്ത്ത്, എനിക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ സൃഷ്ടാവ് എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ആ യഥാർത്ഥത്തിലൊരു യഥാർത്ഥ വിശ്വാസി അതാണ്. നമ്മളുടെയൊക്കെ ചിലപ്പോൾ അറിയാത്ത ഒരു അന്ധവിശ്വാസം വരും, അതല്ല എനിക്ക്. യഥാർത്ഥ അന്ധവിശ്വാസം എന്ന് പറയുന്നത് അതാണ്. വിശ്വാസമില്ലായ്മ, അത് ഏത് മതം ഇവിടെ ഒരു കാര്യമല്ല, അതിന് മുകളിലുള്ളതാണ് ഈ വിശ്വാസം. സൃഷ്ടാവിനുള്ള, ഹയർ കോൺഷ്യസിനുള്ള, സൂപ്പർ കോൺഷ്യസിനുള്ള, ഉയർന്ന ഒരു ഹയർ കോൺഷ്യസ്നെസ്സിനോടുള്ള ഒരു ഫെയ്ത്ത്, ആ ഒരു ഫെയ്ത്ത് ആൻഡ് സറണ്ടർ, അത് നമുക്ക് അതുണ്ടാകണം. ശരിക്കും പറഞ്ഞാൽ അതുണ്ടാകും. അതുള്ളത് കൊണ്ട് ഇതൊക്കെ വർക്കാവും എന്ന് പറയുന്നത് സൈക്കോളജിക്കലി. അതൊന്ന് ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് കുറേ ഫോഴ്സസ് ഉണ്ടാവും ഈ ഫണ്ടമെന്റൽ ഫെയ്ത്ത് എന്ന്. പല രീതിയിൽ ആൾക്കാർ പറയുന്നത് ലോജിക്കലി പ്രൂവ് ചെയ്യാൻ നോക്കും, ചിലർ സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ നോക്കും. ഈ യുക്തി കൊണ്ടൊന്നും നമ്മൾ വിചാരിക്കുന്ന സന്തോഷം കിട്ടത്തില്ല. ലോജിക്കലി നമ്മൾ സന്തോഷം കിട്ടണമെങ്കിൽ യുക്തി അല്ല, അതിനപ്പുറത്തേക്കുള്ള ഭക്തി വരണം. ഭക്തി. പക്ഷെ അത് പഠിച്ചോ തന്നെ തരണമെന്ന് തോന്നിയിട്ടില്ല. അല്ല, നമ്മളുടെ നമ്മൾ റെഡി, വെന്നെവർ യു ആർ റെഡി യു വിൽ ബി ഗിവൺ.
നമ്മൾ റെഡിയാകണം. അതുമാണ് നമ്മൾ പറയില്ലേ ഹിദായത്ത് എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മൾ ഒരു ചുവട് വെക്കുകയാണെങ്കിൽ പടച്ചോൻ 7 ചുവട് നമ്മളിലേക്ക് വരും. പക്ഷെ നമ്മൾ ആ ഒരു ചുവട് വെക്കില്ല. അതാണ് പ്രശ്നം. നമ്മൾ വെക്കണോ വേണ്ടേ? ഇപ്പൊ ഇവിടെ ഒരുപാട് സന്തോഷമുണ്ടല്ലോ, വൈകുന്നേരം ഡിന്നർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതുണ്ടല്ലോ, പിന്നെ പിന്നെ നോക്കിയാൽ പോരെ, അടുത്ത വെള്ളിയാഴ്ചയില്ലേ നല്ല ദിവസം, വെള്ളിയാഴ്ച തൊട്ട് പ്രാർത്ഥിച്ചു തുടങ്ങാമല്ലോ. അതല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ശനി ഞായറും കുട്ടികളോട് സ്പെൻഡ് ചെയ്യാം, എന്നിട്ട് നമ്മൾ പ്രെയർ നോ. ഈ കുട്ടികളെ ഓരോ വക്കത്തും നമ്മൾ നിസ്കരിക്കുമ്പോഴും അടുത്ത വക്കത്ത് നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ള ഗ്യാരണ്ടി ഇല്ല എന്നുള്ള ഒരു ഫീൽ വരികയാണെങ്കിൽ Yes. ഭയങ്കര കോൺസെൻട്രേഷൻ വരുന്നത്. അതെ അതെ. സോ ആ രീതിയിലേക്ക് നമ്മൾ നമ്മളെ ആഴത്തിൽ കൊണ്ടുപോകണം. ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ എനർജി ലീക്ക് ചെയ്യത്തില്ല കേട്ടോ. നമ്മുടെ എനർജി നല്ല ഹൈ എനർജിയിലായിരിക്കും. ലൈഫ് ഫ്ലോ എഫിഷ്യൻ്റ്ലി. ഇതാണ് സൈക്കോളജിക്കലി ഇതിൻ്റെ ഒരു സൈഡ് ഞാൻ പറയുന്നത്. എന്തിനാണ് സൈക്കോളജി പറയുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ ഈ ഓരോ കാര്യത്തിലും ഇതൊക്കെ നമ്മളിൽ സംഭവിക്കുമ്പോഴാണ് ഏറ്റവും പ്രോപ്പറായിട്ട് അത് നിങ്ങൾക്ക് ആ ഒരു ബാക്കിയുള്ളവർക്കും കൂടി ആ ഒരു ക്ലിയർ ആയിട്ട് അത് കിട്ടാൻ വേണ്ടിയാണ് സൈക്കോളജിയും ന്യൂറോ സയൻസും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. ഈ ഫ്ലോ നമ്മൾ സൈക്കോളജിക്കലി ഒരു ഫ്ലോയിലെത്തും, അത് മൾട്ടിപ്ലൈ ചെയ്യും. എപ്പോഴൊക്കെ നമ്മൾ ഫ്ലോയിലെത്തുമോ അപ്പോഴൊക്കെ നമുക്കുള്ളത് മൾട്ടിപ്ലൈ ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യപ്പെടും. ബർക്കത്തിൽ നമ്മൾ ലീവ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഈ ബർക്കത്തിൽ ലീവ് ചെയ്യണമെങ്കിൽ നമ്മൾ അലൈൻമെൻറ്റിലേക്ക് വരണം. അലൈൻമെൻ്റ് ആകാൻ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് പറയുന്നു, എന്തൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയുന്നു. അപ്പോൾ ബർക്കത്തിൽ ലീവ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ബെനിഫിറ്റ് നമുക്ക് ഭയങ്കര അവയർനെസ് ആയിരിക്കും. നമ്മൾ പോലും അറിയത്തില്ല എന്തുമാത്രം അവയർനെസ് ആണ്. നമുക്ക് ചെറിയ കാര്യങ്ങളിൽ പോലും വല്ലാത്ത ക്ലാരിറ്റി നമുക്ക് കിട്ടും. ഈ ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഒരു പരിധിവരെ ഓക്കെയാണ്. അപ്പോൾ ആ ഒരു ക്ലാരിറ്റിയാണ് നമുക്കൊരു 80% ലൈഫ് സക്സസ് ആകാൻ വേണ്ടത്. ക്ലാരിറ്റിയാണ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, അതാണ് ക്ലാരിറ്റി. എവിടെ പോകണം, എവിടെ പോയാലാണ് എനിക്ക് നന്നാകാൻ പറ്റുക, ആ തരത്തിലേക്ക് നമ്മൾ ആ ക്ലാരിറ്റിയിലേക്ക് നമുക്ക് പോകാം. ആ ഒരു അവയർനെസ് ആണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത്. ബർക്കത്തിൽ ലിവ് ചെയ്യാൻ പറ്റുമ്പോൾ റെഡ്യൂസ്ഡ് ആങ്സൈറ്റി അബൌട്ട് മണിയെക്കുറിച്ച് ഉള്ള അല്ലെങ്കിൽ ബാക്കി ഒന്നിനെ കുറിച്ചുള്ള ഒരു ആങ്സൈറ്റി ഉണ്ടാകത്തില്ല. നമ്മൾ ട്രസ്റ്റ് എന്ന് പറയുന്ന പ്രൊവിഷൻ ബിയോണ്ട് വിസിബിൾ സോഴ്സ് ആണ്. ആക്ച്വലി നമുക്ക് നമ്മൾ കാണുന്നതിനപ്പുറത്തേക്ക് നമുക്കൊരു സോഴ്സ് ഉണ്ട്. അതാണ് റിയൽ സോഴ്സ്. ആ സോഴ്സിൽ നമ്മൾ ട്രസ്റ്റ് കൊടുക്കാൻ പറ്റിയാൽ പിന്നെ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല, ഒന്നും ഒരു പ്രശ്നമല്ല. ആ ആഴത്തിൽ യാ അല്ലാഹ് തവക്കൽ, ആ ഒരു യൂണിവേഴ്സിൽ കംപ്ലീറ്റ് പെർഫെക്റ്റ് സറണ്ടർ എന്ന് പറയുന്നത് അതാണ്. ആ വിശ്വാസമാണ് നമുക്കില്ലാത്തത്. അവിടെയാണ് നമ്മൾ അന്ധവിശ്വാസികളായി പോകുന്നത്, ഏജന്റുമാരെ പിടിക്കുന്നത് അവിടെയാണ്. എല്ലാവരുടെ കൊണ്ട് ഓദിപ്പിച്ച് ചെയ്യിപ്പിക്കാൻ, അല്ലെങ്കിൽ അവിടെ പോകാം ഇവിടെ പോകാം. നമുക്ക് നേരിട്ട് പോകുന്നതാണ് സ്രഷ്ടാവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നേരിട്ട് നമുക്ക് വേണ്ടത് ചോദിക്കുന്നതിലാണ്. ആസ്ക് യു ക്യാൻ ഗിവൺ, ആസ്ക് ഗിവൺ എന്നാണ് പറയുന്നത്. ആസ്ക് ഗിവൺ ആൻഡ് റിസീവ്, ആസ്ക് ടു ബി ഗിവൺ. രണ്ടാമത്തെ ഇമോഷണൽ പീസാണ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ചേസ് ചെയ്തില്ല നമ്മൾ, സ്റ്റാർട്ട് അലൈനിങ്. നമ്മൾ സാധാരണ ചേസ് ചെയ്യും, ഭർത്താവിന്റെ പുറകെ ചേസ് ചെയ്യും ഭാര്യ സ്നേഹത്തിന് വേണ്ടി. എന്തിനാണ് ചേസ് ചെയ്യുന്നത്? ഭാര്യയുടെ പുറകെ ഭർത്താവ് ചേസ് ചെയ്യും, എൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു വാലിഡേഷനും നമ്മൾ പോയി കാല് പിടിച്ച് ചേസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ആ അലൈൻമെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം നമ്മളിലേക്ക് വരും, എല്ലാം നമ്മളിലേക്ക് എത്തപ്പെടും. അപ്പോൾ ആ ഒരു ചേസ് ചെയ്യേണ്ട ആവശ്യം, ഒന്നിനും മണിക്ക് വേണ്ടി ചേസ് ചെയ്യേണ്ട, അവസരങ്ങൾക്ക് വേണ്ടി ചേസ് ചെയ്യേണ്ട. സ്റ്റാർട്ട് അലൈനിങ്. ആൻഡ് മൂന്നാമത്തെ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് ആണ്. ക്ലാരിറ്റി ഇംപ്രൂവ്സ് വെൻ ഫിയർ റെഡ്യൂസസ്. പേടി മാറുമ്പോൾ നമുക്ക് അതായത് ക്ലാരിറ്റി കൂടുന്ന സമയത്ത് നമ്മൾക്ക് ഫിയർ മാറും. അതായത് ക്ലാരിറ്റി കൂടി കഴിയുന്ന സമയത്ത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് വ്യക്തമായ ധാരണ നമുക്കുണ്ടാകും. സോ നാലാമത്തത് ഇമ്പാക്റ്റ് കൂടും, ഇൻക്രീസ്ഡ് ഇമ്പാക്റ്റ്. സ്മോൾ ആക്ഷൻസ് ആയിരിക്കും, റിപ്പിൾ എഫക്റ്റ് ആയിരിക്കും. ചെറിയൊരു കാര്യം പോലും വലിയ റിസൾട്ട് നമുക്ക് കിട്ടും.
ഈ ആ ഒരു അലൈൻമെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ then you are protected. പ്രൊട്ടക്ഷൻ ആണ് അഞ്ചാമത്തത്. യു ആർ സേവ്ഡ് ഫ്രം തിങ്സ് യു നെവർ സോ. നമ്മൾ കാണാത്ത കേൾക്കാത്ത കാര്യങ്ങളിൽ നിന്ന് പോലും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഭയങ്കര പ്രൊട്ടക്ഷൻ ആയിരിക്കും. ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡിൽ നമ്മൾ എങ്ങനെയാണോ സ്വസ്ഥമായി ജീവിക്കുന്നത് അതേപോലെ ജീവിക്കാൻ പറ്റും. സസ്റ്റൈനബിൾ സക്സസ് ആറാമത്തേത്. നമ്മൾ ഗ്രോത്ത് നോർമലി വരെ നമ്മൾ എഫേർട്ട് എടുക്കുന്നു, ഗ്രോത്ത് ഉണ്ടാകുന്നു, ബേൺ ഔട്ട് ആകുന്നു. പക്ഷെ ബേൺ ഔട്ട് എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഇല്ല. സസ്റ്റൈനബിൾ ഗ്രോത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും ആ ഒരു അലൈൻമെന്റിലേക്ക് വന്നാൽ. കണ്ടന്റ്മെന്റ്, ഇന്നർ സാറ്റിസ്ഫാക്ഷൻ, ഹൃദ എന്ന് പറയും. ഒരു കണ്ടന്റ്മെന്റ് കിട്ടും, ഭയങ്കര കണ്ടന്റ്മെന്റ് എന്ന് വെച്ചാൽ ആത്മാ ആനന്ദം, നിർവൃതി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ പ്രാബല്യത്തിൽ വരുത്തണം. ഈ ബർക്കത്ത് എന്ന് പറയുന്നത് ബിയോണ്ട് ലോജിക്കാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് അറിയാമോ? കാരണം ബർക്കത്ത് വർക്ക് ചെയ്യുന്ന ഡിവൈൻ ടൈമിങ്ങിലാണ്. ഡിവൈൻ ടൈമിംഗ് ഉണ്ട്, ഡിവൈൻ ടൈമിങ്ങിലാണ് നടക്കുന്നത്, അലൈൻമെന്റിൽ. അപ്പൊ നമ്മളിങ്ങനെ പറയണം, ഇങ്ങനെ ചിന്തിക്കണം. ബാക്കിയുള്ളവർ ഒരു അലൈൻമെന്റിൽ വന്നാലാണ് ബർക്കത്ത് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക. അത് സീക്രട്ട് എക്സ്പാൻഷൻ. ബാക്കിയുള്ളൊരു ബർക്കത്ത് എന്ന് പറയുമ്പോൾ സീക്രട്ട് എക്സ്പാൻഷൻ എന്നുള്ള രീതിയിൽ അതിനെ കാണണം. ആ സീക്രട്ട് എക്സ്പാൻഷനിൽ എത്തുന്ന സമയത്ത് അതൊരു ഡിവൈൻ ടൈമിങ്. അതുകൊണ്ടാണ് ലോജിക് ഇല്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സബ് കോൺഷ്യസ് മൈൻഡ് മാനിഫെസ്റ്റേഷൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. കാരണം ഇത് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് ത്രൂ ആണ് നമ്മൾ സൂപ്പർ കോൺഷ്യസിന്, ഹയർ കോൺഷ്യസിന് കണക്ട് ചെയ്യുന്നത്. അതിലൊരു ഡിവൈൻ ടൈമിംഗ് ആണ്. ഈ പ്യുവർ ഇൻറ്റൻഷൻ അവിടെ ഉണ്ടാകണം. അതുകൊണ്ടാണ് ലോജിക് അല്ല എന്ന് പറയുന്നത്. പ്യുവർ ഇൻറ്റൻഷൻ. ഇതെല്ലാം ഈ ഡിവൈൻ ടൈമിംഗ് ആയതുകൊണ്ട്, ഈ പറയുന്ന പോയിന്റ്സ് ഉള്ളതുകൊണ്ട്, ഈ പറയുന്ന കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ലോജിക്കിലല്ല വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്. ആ എനർജി പ്രോപ്പറായിട്ട് അലൈൻമെന്റിൽ വരണം. പ്രോപ്പർ അലൈൻമെന്റ്, എനർജി അലൈൻമെന്റ്, കറക്റ്റ് എനർജിയിലേക്ക് നമ്മൾ എത്തണം. അൺസീൻ പ്രൊട്ടക്ഷൻ. വി ഫീൽ പ്രൊട്ടക്റ്റഡ്. എന്നാലാണ് നമ്മുടെ നെർവസ് സിസ്റ്റം കാം ഡൗൺ ആകുന്നത്. എങ്ങനെ ചിന്തിക്കുക, രണ്ടാൾക്കാർ ഒരേ ഇൻകം ഏൺ ചെയ്യുന്നു, പക്ഷെ ഒരാൾ സ്ട്രെസ്സിലായിരിക്കും, ഒരാൾ സഫീഷ്യന്റ് ഫീൽ ചെയ്യും. ആ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരാൾക്ക് ബർക്കത്തുണ്ട്, അതുകൊണ്ടാണ്. ആ ഉള്ള എമൗണ്ട് വെച്ച് നന്നായിട്ട് ജീവിക്കാൻ വളരെ സമാധാനമായിട്ട് ജീവിക്കും. പക്ഷെ മറ്റാൾ സെയിം എമൗണ്ട് കിട്ടുന്നുണ്ടെങ്കിലും, ബിസിനസ്സിലാണെങ്കിലും ജോലിയിലാണെങ്കിലും സ്ട്രെസ്ഡ് ആവും. നമ്മൾ ഇന്ന് പറഞ്ഞ ബർക്കത്ത് ജേണലാണ്. അതെങ്ങനെയാണ് എഴുതാൻ പോകുന്നത് നോക്കാം. ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ്. ഈ 5 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ബുക്കിൽ എഴുതാനുള്ള. ബർക്കത്ത് ജേണലിൽ എഴുതേണ്ട 5 ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. പോട്ടെ, ക്വസ്റ്റ്യൻ പറയട്ടെ, ചോദ്യങ്ങൾ പറയട്ടെ. ഓക്കെ അല്ലേ? ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വേർ ഡിഡ് ഐ എക്സ്പീരിയൻസ് അൺഎക്സ്പെക്റ്റഡ് ഈസ് ടുഡേ? നമ്മളെ പ്രതീക്ഷിക്കാത്ത ഒരു ഭയങ്കര ലാഘവത്വം, ഒരു ഈസ്നെസ്, ഒരു സഹായം, ഒരു എളുപ്പം, ചെയ്ത കാര്യങ്ങൾ എളുപ്പം എന്നെവിടെയാണ് എക്സ്പീരിയൻസ് ചെയ്തത്? ഉറപ്പായിട്ട് എഴുതി തുടങ്ങുമ്പോൾ അടുത്ത ദിവസം തൊട്ട് അൺഎക്സ്പെക്റ്റഡ് ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടും. ഡെയിലി നിങ്ങൾ ഈ ബർക്കത്ത് ജേണലിൽ 5 ക്വസ്റ്റ്യനേ ഉള്ളൂ. 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാമോ? നിങ്ങൾക്ക് യു ഫീൽ സംതിങ് മിറാക്കുലസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ 30 ദിവസത്തിനുള്ളിൽ കിട്ടും. റെഡിയാണോ ഇത് ചെയ്യാൻ? ചിലപ്പോൾ ഇന്ന് ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടൂല. പക്ഷെ നാളെ ഡെഫിനറ്റ് ആയിട്ട് കിട്ടും. വേർ ഡിഡ് ഐ എക്സ്പീരിയൻസ് അൺഎക്സ്പെക്റ്റഡ് ഈസ് ടുഡേ? ഇന്ന് എവിടെയാണ് എൻ്റെ കാര്യം കുറച്ചുകൂടെ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത്? ഏത് ഏരിയയിലാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത്? ആൻസർ എഴുതണം അല്ലേ? അതിന്റെ ആൻസറാണ് ഈ ക്വസ്റ്റ്യൻ എഴുതി വെക്കണം. ഡെയിലി ഈ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഒട്ടിച്ചു വെക്കണം എവിടെയെങ്കിലും വലുതായിട്ട്. എന്നിട്ട് ആ ചോദ്യത്തിൽ നോക്കിയിട്ട് നമ്മൾ ഉത്തരം എഴുതണം. ഉത്തരം എഴുതിയിട്ട് ആ ഗ്രൂപ്പിൽ ഇടണം. മാം, ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാമോ? പറയാം. Where did I experience unexpected easy today? ഇന്ന് where did I experience unexpected ease today? ഇന്ന് എൻ്റെ ഏത് കാര്യമാണ് കുറച്ച് എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത്, ചെയ്യാൻ എളുപ്പമായിട്ട് തോന്നിയത്? നമ്മളൊരു പുതിയ ഒരു കോൺഷ്യസ്നെസ് ഡെവലപ്പ് ചെയ്യണം. എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഇന്നലെ വരെ നമ്മൾ ചിന്തിച്ചിട്ടില്ല. അപ്പൊ എളുപ്പമായിട്ട് എനിക്ക് എവിടെയോ എന്തോ ചെയ്യാൻ പറ്റും നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അതെന്ത് ചെയ്യും? അത് വർക്കാകാൻ തുടങ്ങും. ദെൻ രണ്ടാമത്തത്,
അപ്പൊ അത് നോക്കണം. ഇന്ന് ഞാൻ എൻ്റെ കിച്ചണിൽ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് തീർന്നു, എളുപ്പം തോന്നിയപ്പോൾ ഇന്ന് ഞാനൊരു കാര്യം പിന്നെ എന്താ പറയണ്ട, ഞാനൊരു വലിയ ടാസ്ക് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നി. അവിടെ നമ്മൾ കോൺഷ്യസ്നെസ് അപ്ലൈ ചെയ്യണം. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് സ്മോൾ തിങ്സ് ബ്രോട്ട് മൾട്ടിപ്ലൈഡ് പീസ്. വാട്ട് സ്മോൾ തിങ്സ് ബ്രോട്ട് മൾട്ടിപ്ലൈഡ് പീസ്. ഏതോ ഒരു ചെറിയ കാര്യം, ഇന്ന് എന്ത് ചെറിയൊരു കാര്യം ചെയ്തപ്പോഴാണ് എനിക്ക് കൂടുതൽ അല്ലെങ്കിൽ ഇന്ന് എന്ത് ചെയ്തപ്പോഴാണ് എനിക്ക് കൂടുതൽ സന്തോഷം സമ്മാനം കിട്ടിയത്. ഒരു ചെറിയ കാര്യമായിരിക്കും, പക്ഷെ എനിക്ക് അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സമാധാനം കിട്ടി. അതെന്താണ്? വാട്ട് ഇത് സ്മോൾ, എപ്പോഴും ചെയ്യുന്നതാവാലോ, സോറി, എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാവാലോ അത്. പുതിയ കാര്യം ഒന്നും ചെയ്യണമെന്നില്ല. എപ്പോഴും ചെയ്യണമെന്നില്ല. ചെയ്തിട്ടിരിക്കുന്ന കാര്യം നിങ്ങളത് നോട്ടീസ്, നിങ്ങൾ കോൺഷ്യസ്ലി നിങ്ങൾ അലേർട്ടാകുകയാണ് അവിടെ ചെയ്യുന്നത്. അതവിടെ ഒരു കോൺഷ്യസ്നെസ്സിൽ നിങ്ങൾ അറിയാതെ എക്സ്പാൻഡ് ചെയ്യും. അതാണ് ഈ ജേണലിൻ്റെ ഒരു പ്രത്യേകത. കോഗ്നിറ്റീവ് ഡെസോണൻസ് എന്ന് പറയും, അതുണ്ടാകും. അപ്പോൾ ഇത് നോർമൽ കേസിൽ നമ്മൾ അതൊന്നും നോട്ട് ചെയ്യില്ല. നോട്ട് ചെയ്യത്തില്ല. പിന്നെ അത് അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം ഗ്രോ ചെയ്യും. എന്താണോ നിങ്ങൾ മെഷർ ചെയ്യുന്നത് അത് ഗ്രോ ചെയ്യാൻ തുടങ്ങും. മെഷർ ചെയ്യാത്ത ഗ്രോ ചെയ്യത്തില്ല. മൂന്നാമത്തെ, വാട്ട് പ്രൊട്ടക്ഷൻ ഡിഡ് ഐ നോട്ടീസ്. എവിടെയാണ് എനിക്കൊരു പ്രൊട്ടക്ഷൻ ഉള്ള പോലെ ഫീൽ ചെയ്തത്? വാട്ട് പ്രൊട്ടക്ഷൻ ഡിഡ് ഐ നോട്ടീസ്. എനിക്കെന്തോ അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ ഹയർ കോൺഷ്യസ്നെസ് അള്ളാഹു എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയത് എപ്പോഴാണ്? ഏത് മൊമെന്റിലാണ്? വാട്ട് പ്രൊട്ടക്ഷൻ ഡിഡ് ഐ നോട്ടീസ് അല്ലേ? യെസ്, അതെ. ഏത് മൊമെന്റിലാണ് ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ചിലപ്പോൾ ഒരു സമയം ഒരു ചെറിയൊരു കാര്യമായിരിക്കും, ദൈവം എന്നെ കാത്തു, ഇല്ലേ? ഒരു ദിവസം എത്ര പ്രാവശ്യം അങ്ങനെ ഉണ്ടാവും എന്നറിയോ? നമ്മളെ ശ്രദ്ധിക്കത്തില്ല. ദൈവം രക്ഷപ്പെടുത്തി, ഇല്ലെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് പോയനെ. ദൈവം രക്ഷപ്പെടുത്തി. എത്ര സന്ദർഭങ്ങളിലാണ്, പക്ഷെ നമ്മൾ നോട്ടീസ് ചെയ്യത്തില്ല. ദൈവം എന്നെ കാത്തു എന്ന് തോന്നുന്ന എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ഇന്ന് തോന്നിയത്? വെരി സിമ്പിൾ ബട്ട് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആൻഡ് പവർഫുൾ. നമ്മൾ എത്രത്തോളം കോൺഷ്യസ് ആവുകയാണ്, അത്രത്തോളം ഇതില് ആ ഒരു സൂക്ഷ്മതയുടെ ഒരു ബ്യൂട്ടി ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ദിവസം എത്ര പ്രാവശ്യമാണ് ദൈവത്തിന്റെ കാരുണ്യം ഞാൻ അനുഭവിച്ചു എന്ന് ഞാൻ തിരിച്ചറിയുന്നത്. അത് തിരിച്ചറിയാതെ നന്ദിയില്ലാത്ത ജീവിതമല്ലേ നമ്മൾ ജീവിക്കുന്നത്? ഒരു ഗ്ലാസ്സിലൊരു സാധനം എടുത്ത് വെച്ചാൽ താഴേക്ക് പോകും, നമ്മൾ കയറി പിടിക്കുന്നു, രക്ഷപ്പെട്ടു, ദൈവം കാത്തു, രക്ഷപ്പെട്ടു. അവിടെ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ നമുക്ക് ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ നമ്മൾ അറിയുന്നില്ല ഒന്നും. അതിൻ്റെ ഒരു ഡെപ്ത് നമ്മൾ അറിയുന്നതേ ഇല്ല. ഓക്കെ, വേർ ഡിഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഷിഫ്റ്റ് മൈ മൂഡ്. ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തപ്പോൾ എങ്ങനെയാണ് എൻ്റെ മൂഡ് ഷിഫ്റ്റ് ചെയ്തത്? വേർ ഡിഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഷിഫ്റ്റ് മൈ മൂഡ്. ഞാൻ എത്ര ബുദ്ധിമുട്ടിലിരുന്നപ്പോൾ, അല്ലെങ്കിൽ ഞാൻ ആ ഒരു മാനസികമായി ഞാൻ അങ്ങനെ, അല്ലെങ്കിൽ വേറൊരു അല്ലെങ്കിൽ ഞാനൊന്നും ഒരു ലോ മൂഡിൽ ഇരുന്നപ്പോൾ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞപ്പോൾ എനിക്ക് എന്തുമാത്രം മാറ്റം ഉണ്ടായി. ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം, എഴുതി നോക്കിയിട്ട് അതിൽ മാറ്റമുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ ഡെയിലി ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തപ്പോൾ നിങ്ങളുടെ മൂഡ് എങ്ങനെ ചേഞ്ച് ചെയ്തു എന്ന് എഴുതണം. അഞ്ചാമത്തത്, വാട്ട് ഇൻറ്റൻഷൻ ക്യാൻ ഐ പ്യൂരിഫൈ ടുഡേ. ഇന്ന് എന്നെ ശുദ്ധീകരിക്കാൻ ഞാൻ എടുത്ത ഇൻറ്റൻഷൻ എന്താണ്, അല്ലെങ്കിൽ ഇന്നത്തെ ഡേ ഞാൻ എടുത്ത ഇൻറ്റൻഷൻ എന്താണ്? ഡെയിലി ഇൻറ്റൻഷൻ എഴുതിയാൽ മതി. വാട്ട് ഇൻറ്റൻഷൻ ക്യാൻ ഐ ഇംപ്ലിമെൻറ്റ്, ക്യാൻ ഐ ടേക്ക് ടുഡേ. ഇന്ന് എനിക്ക് എന്ത് ഇൻറ്റൻഷൻ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ വാട്ട് ഇൻറ്റൻഷൻ ഡിഡ് ഐ ഡു ടുഡേ, ഡിഡ് ഐ ഇൻറ്റൻറ്റ് ടുഡേ, അങ്ങനെ വേണമെങ്കിലും ഇടാം. ഇന്ന് ഞാൻ എടുത്ത ഇൻറ്റൻഷൻ ഇതാണ്, ഇന്നത്തെ എൻ്റെ ദിവസത്തിന്. ഈ ഒരു ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ സാധനം ആദ്യം എഴുതണം. ഇന്നത്തെ എൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? ഇന്നത്തെ എൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് എല്ലാവരോടും സ്നേഹത്തോടുകൂടി പെരുമാറാം, അല്ലെങ്കിൽ സമാധാനമായിട്ട് സംസാരിക്കാം, അതല്ലെങ്കിൽ ഹൃദ്യമായി പുഞ്ചിരിക്കാം, അതല്ലെങ്കിൽ എനിക്ക് അറിയുന്നവരോടത്തൊക്കെ ഞാനുമായിട്ട് കണക്ട് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു കൊടുക്കാം, പറയാം. ഇതൊക്കെ അതിനകത്ത് വരും. പവർഫുൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഒരൊറ്റ സെക്കൻഡ് എനിക്കൊരു എമർജൻസി ഒരു മെസ്സേജ് ഇട്ടോട്ടെ. ഒറ്റ സെക്കൻഡ്. സബീർ സാറേ, ഒരു കാര്യം പറയൂ. ചോദിച്ചോട്ടെ? Yes.
എനിക്കിതിപ്പം ഇത് മീറ്റിങ്ങിൽ ഇരുന്നപ്പോ കോള് വന്നു. ഞാൻ കോൾ എടുത്തു കഴിഞ്ഞപ്പോ പിന്നെ കോൾ എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ പിന്നെ ഒന്നും കേൾക്കുന്നില്ല. പിന്നെ ആദ്യം തൊട്ട് ഞാൻ എക്സിറ്റ് ആയി പോയിട്ട് വീണ്ടും തിരിച്ചു വന്നതാ. അതെന്താ അങ്ങനെ വരുന്നത്? അത് ചിലപ്പോ നമ്മുടെ മൈക്രോഫോൺ അറ്റ് എ ടൈം ഒരു ആപ്ലിക്കേഷനായിട്ട് കണക്ട് ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മൾ ഓൾറെഡി അല്ല, സൂം കോള് മീറ്റിലായിരുന്നില്ലേ? കട്ടായി അതിന്റെ കഴിഞ്ഞിട്ടും കേൾക്കുന്നില്ലായിരുന്നു. കോൾ അറ്റൻഡ് ചെയ്തിരുന്നോ? ആ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഒബ്വിയസ്ലി നമ്മുടെ മൈക്രോഫോൺ വേറൊരു ആപ്ലിക്കേഷനിലേക്ക് പോയില്ലേ? അപ്പൊ ആ തിരിച്ച് സ്വിച്ച് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ചിലപ്പോൾ റീ എൻട്രി ചെയ്യേണ്ടി വരും ഈ സെയിം ആപ്ലിക്കേഷനിലേക്ക്. ആ. അപ്പൊ കുറച്ച് മിസ്സായി അപ്പം. ആ അത് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാലോ. അതെ. അത് റൈറ്റ് സൈഡില് മുകളില് ജൂലി മാം, അത് റൈറ്റ് സൈഡില് മുകളില് ആ സ്പീക്കറും ഇയർഫോണും എന്ന് കാണും. അതിൽ നമ്മൾ ചൂസ് ചെയ്താൽ മതി. ആ കോള് കട്ടായി കഴിഞ്ഞിട്ട് ആ ഇയർഫോണിൽ പോകുമ്പോ ആ സ്പീക്കർ നിട്ടാൽ മതി. എനിക്കും തോന്നി. ഞാൻ ഈ സ്പീക്കർ പക്ഷെ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ. ഇപ്പൊ കണ്ടു. ആ റൈറ്റ് സൈഡിൽ മുകളിലുണ്ട്. ഫോൺ ആ സ്പീക്കറും ഉണ്ട്, കണ്ടു ഫോൺ റിസീവറും ഉണ്ട്. അത് ചൂസ് ചെയ്താൽ കണ്ടു. മതി. ഓക്കെ, താങ്ക് യു കണ്ടു. താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്. ഓക്കെ, നമുക്ക് കൂടുതൽ ഉണ്ടാകുന്നത് അല്ല ബർക്കത്ത് എന്ന് പറയുന്നത്. ഇറ്റ്സ് അബൌട്ട് നീഡിങ് ലെസ് ആൻഡ് റിസീവിങ് ഡീപ്പർ. ലീഡിങ് ലെസ് ഒന്നും പറയുന്നില്ല, റിസീവിങ് ഡീപ്പർ, അതാണ് ബർക്കത്ത്. അങ്ങനെ എടുത്താൽ മതി. അതായത് നമുക്ക് നമ്മൾ ആ റിസീവിങ് മോഡിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതാണ് ഞാൻ ലൈഫ് കോച്ചിങ്ങിൽ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. റിസീവിങ് മോഡ് ഓപ്പൺ ആക്കി വെക്കണം. ആ ഒരു ഡിസർവബിലിറ്റി, റിസീവിങ് മോഡ്, അവിടെ നമ്മൾ എത്തണം എന്ന് പറയുന്നത്. അവിടെയാണ് മാനിഫെസ്റ്റേഷൻ. നമ്മൾ തന്നെ ഒരു മാനിഫെസ്റ്റിങ്, നമ്മൾ തന്നെ ഒരു ടൂളായി മാറുന്നത് അവിടെയാണ്. നമ്മളുടെ നിയത്ത്, ഇൻറ്റൻഷൻ പ്യുവർ ആണെങ്കിൽ ബർക്കത്ത് ഇൻക്രീസ് ചെയ്യും. ഗ്രാറ്റിറ്റ്യൂഡ് ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ ബർക്കത്ത് ഇൻക്രീസ് ചെയ്യും. ചാരിറ്റി നമ്മൾക്ക് കൊടുക്കാൻ പറ്റും. അത് മണി ആണോന്നില്ല, പല ഫോമിലും ചാരിറ്റി കൊടുക്കാം. ഏതെങ്കിലുമൊക്കെ ഒരു ഫോമിൽ ചാരിറ്റി കൊടുത്താൽ ബർക്കത്ത് ഇൻക്രീസ് ചെയ്യും. ഈഗോ കുറച്ചാൽ ബർക്കത്ത് ഇൻക്രീസ് ചെയ്യും. ആൻഡ് തക്വ, ഡീപ്പസ്റ്റ് തക്വയിലേക്ക് നമ്മൾ പോയാൽ ബർക്കത്ത് നമ്മളിലേക്ക് വരും. റംസാൻ ഈസ് ദ മന്ത് വെയർ ബർക്കത്ത് ഈസ് ഇൻറ്റൻസിഫൈഡ്. ഹൈലി ഇൻറ്റൻസിഫൈഡ് ആണ് ഈ ആയിട്ടുള്ള, ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയണ്ടേ, ഏറ്റവും എക്സ്ട്രീം ബർക്കത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്ന ഒരു മാസമാണ്. ബിക്കോസ് ഹാർട്ട്സ് ആർ സോഫ്റ്റ്വെയർ. നമ്മുടെ ഹൃദയം കുറച്ചുകൂടെ ഒരു സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ ഈഗോ കുറച്ച് ലെസ്സാക്കി വെക്കുന്ന ഒരു മാസമാണ്. ഇൻറ്റൻഷൻ പ്യൂരിഫൈഡ് ആണ്. കാരണം നല്ല ഇൻറ്റൻഷൻ ആയിരിക്കും നമ്മൾ എന്ത് കാര്യം ചെയ്താലും, നല്ല ഇൻറ്റൻഷനിലായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പൊ ഞാൻ ഇത് 4 കാര്യങ്ങൾ പറഞ്ഞല്ലോ ബർക്കത്ത് കൂട്ടാനായിട്ട്. ചാരിറ്റി, ഈഗോ, പിന്നെ എന്തൊക്കെയാ പറഞ്ഞ രണ്ടെണ്ണം? ഇൻറ്റൻഷൻ, നിയത്ത്, ഇന്റൻഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ്. പിന്നെ തക്വ ഡീപ്പൻസ്. തക്വയിലേക്ക് നമ്മൾ പോവുക. പ്രയർ, അലൈൻമെന്റ്, ബാക്കിയുള്ളവർ അങ്ങനെ മനസ്സിലാക്കുക. അലൈൻമെന്റ്. ഓക്കെ, നമുക്കൊരു ചെറിയ ഒരു മെഡിറ്റേഷൻ പ്ലസ് ഒരു ദുആ, ബർക്കത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ പ്ലസ് ഒരു പ്രയറിലേക്ക് പോവാം. റെഡിയാണോ? ഓക്കെ, റെഡി. ഓക്കെ, സ്വസ്ഥമായിട്ടിരിക്കാം. സിറ്റ് കംഫർട്ടബിളി. സ്പൈൻ റിലാക്സ് ചെയ്യട്ടെ. നട്ടിൽ നിവർത്തിയിരിക്കണേ. പ്ലേസ് 1 ഹാൻഡ് ഓൺ യുവർ ഹാർട്ട്. നമ്മുടെ കൈകൾ ഈ നെഞ്ചിൽ ഇങ്ങനെ വെക്കാം. ഓക്കെ, വെക്കാം. ക്ലിയർ. ടേക്ക് എ സ്ലോ ബ്രീത്തിങ്. ബ്രീത്ത് ചെയ്യുന്നത്, ഇനി അടുത്ത ബ്രീത്ത് ചെയ്യുമ്പോൾ ഞാൻ 4 എന്ന് എണ്ണുന്ന സമയം കൊണ്ട് ബ്രീത്ത് കംപ്ലീറ്റ് ചെയ്യണം. എക്സേൽ ചെയ്യുമ്പോൾ ഞാൻ 1 2 3 4 5 6 എത്തുന്നത് വരെ എക്സേൽ ചെയ്യണം. Take a slow breathe in. 1 2 3 4. Breathe out. 5 4 3 2 1. Again. Breathe in. 2 3 4. Breathe out. 5 4 3 2 1. Again, a slow breathe this way. In and exhale. Breathe in deeply and breathe out smoothly.
സൈലന്റ് ആയിട്ട് ഞാൻ ഈ പറയുന്നത് ഉള്ളിൽ പറയണം. യാ അല്ലാ, യാ ഗോഡ്, ഐ എൻ്റർ ദിസ് മൂമെന്റ് വിത്ത് പ്രസൻസ്. ലെറ്റ് യുവർ ഷോൾഡേഴ്സ് സോഫ്റ്റൻ. റിലാക്സ് ചെയ്യുക. ജോ റിലീസ് ചെയ്യുക. യു ആർ സേഫ് നൗ. ശ്വാസത്തിൽ ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിടാം. ആ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. നൗ ലിസൺ യുവർ ബ്രീത്ത്, only breathe. Then bring your mind into your body. ശരീരം ആസകലം ഒന്ന് ഒബ്സർവ് ചെയ്യാം, റിലാക്സ് ചെയ്യാം. ദെൻ നിങ്ങളുടെ അറ്റൻഷൻ നിങ്ങളുടെ ഷെൽട്ടർ, നിങ്ങളുടെ ഹോമിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ വീട് മുഴുവൻ, നിങ്ങൾ താമസിക്കുന്ന സ്ഥലം മുഴുവൻ ഒന്ന് അറ്റൻഷൻ കൊണ്ടുവരാം. ഇനി നിങ്ങളുടെ ജോബ് അല്ലെങ്കിൽ ജീവിത മാർഗം എന്താണോ അതിൽ നിങ്ങളുടെ അറ്റൻഷൻ കൊണ്ടുപോകാം. ഇനി യുവർ ഗൈഡൻസ്, നിങ്ങളുടെ ഡിവൈൻ ഗൈഡൻസ്, നിങ്ങൾ എത്രത്തോളം ദൈവവുമായിട്ട് അടുത്തിരിക്കുന്നു, അള്ളാഹുമായിട്ട് അടുത്തിരിക്കുന്നു, ഈവൻ ഇഫ് ഇംപെർഫെക്റ്റ് ആണെങ്കിൽ പോലും അതിലേക്ക് മെല്ലെ നിങ്ങളുടെ അവയർനെസ് കൊണ്ടുവരാം. എത്രത്തോളം നിങ്ങൾ അടുത്തിരിക്കുന്നു. സ്ലോലി വിസ്പർ ചെയ്യാം. സ്ലോലി നിങ്ങൾക്കുള്ളതെല്ലാം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് മെല്ലെ പറയാം, അൽഹംദുലില്ലാ, താങ്ക് യു, താങ്ക് യു, അൽഹംദുലില്ലാ, താങ്ക് യു, താങ്ക് യു. Remember this promise. If you are grateful, I will surely increase you. Feel gratitude, not as a word, a warmth in the chest. നിങ്ങൾക്ക് ലൈഫിൽ ലഭിച്ചിട്ടുള്ളതെല്ലാം ഓർത്ത് നിങ്ങൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയൂ. നിങ്ങളുടെ ആരോഗ്യം, നിങ്ങൾക്കുള്ള സമ്പത്ത്, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, നിങ്ങളുടെ അസറ്റ്സ്, നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ സോൾ, നിങ്ങളുടെ ബോഡി എല്ലാം ഫീൽ ചെയ്തുകൊണ്ട് ആ ഫീല് ചെയ്തുകൊണ്ട് നന്ദി പറയൂ. മനസ്സ് നിറഞ്ഞ് നന്ദി പറയൂ. സ്റ്റേ ദെയർ ആൻഡ് എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ്. എല്ലാം മനസ്സിലേക്ക് വരട്ടെ. Okay. Now imagine a small seed in your palm. A tiny, small, an ordinary seed. ഒരു ചെറിയ വിത്ത് നിങ്ങളുടെ ഉള്ളം കയ്യിലിരിക്കുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. ആ ഒരു ചെറിയ വിത്താണ്, പക്ഷേ ആ വിത്ത് എന്ന് പറയുന്നത് ഇൻസൈഡ് ദാറ്റ് സീഡ് ഇസ് എ ഫോറസ്റ്റ്. ഒരു ചെറിയ വിത്ത് മതി ഒരു വലിയ ഫോറസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ. അതാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. മൾട്ടിപ്ലിക്കേഷൻ. ഒരു ചെറിയ മൾട്ടിപ്ലിക്കേഷൻ ഹിഡൻ ഇൻ സ്മോൾനെസ്, ചെറുതിൽ നിന്നും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. ഒരു ചെറിയ വിത്ത് നിന്നൊരു ഒരു വനം സൃഷ്ടിക്കുന്നത് പോലെ. സൈലന്റ് ആയിട്ട് ഞാൻ പറയുന്നത് റിപ്പീറ്റ് ചെയ്യാം. യാ മുബാറക്, ഓ സോഴ്സ് ഓഫ് ബ്ലെസ്സിങ്, ഓ ഗോഡ്, പ്ലേസ് ബർക്കത്ത് ഇൻ വാട്ട് ഐ ഓൾറെഡി ഹാവ്. എനിക്ക് ഉള്ളതിലെല്ലാം കൂടുതൽ ബർക്കത്ത്, കൂടുതൽ സീക്രട്ട് എക്സ്പാൻഷൻ എനിക്ക് നൽകണമേ. ഡീപ്പർ ലെവൽ, സോഫ്റ്ററായിട്ട് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണമേ. ഡീപ്പർ ലെവൽ എനിക്ക് കിട്ടണമേ, ലഭിക്കണമേ. യാ മുബാറക്, പ്ലേസ് ബർക്കത്ത് ഇൻ വാട്ട് ഐ ഓൾറെഡി ഹാവ്. Deeper, softer, and protected. Good. Now visualize your day. A eventful day, meetings, work, family, rest, and everything. Now imagine light touching your schedule. ഡിവൈൻ ലൈറ്റ്, ആ ബർക്കത്തിൻ്റെ ലൈറ്റ് എല്ലാത്തിലും, നിങ്ങളുടെ സ്കെഡ്യൂളിൽ, നിങ്ങളുടെ ഫാമിലിയിൽ, നിങ്ങളുടെ വർക്കിൽ, നിങ്ങളുടെ ഫിനാൻസിൽ, നിങ്ങളുടെ ടൈമിൽ, എല്ലാത്തിലും ആ ലൈറ്റ് ടച്ച് ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യൂ. ടൈം ഈസ് സ്ട്രെച്ചിങ്.
പ്രഷർ കുറയുന്നു, പ്രഷർ ഈസ് റെഡ്യൂസിങ്, ക്ലാരിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ആ ഡിവൈൻ സീക്രട്ട് എക്സ്പാൻഷൻ ലൈറ്റ് വന്നതുകൊണ്ട് ഇതെല്ലാം എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ട് കാണുക. മനസ്സിൽ പറയുക, യാ അല്ലാ പുട്ട് ബർക്കത്ത് ഇൻ മൈ ടൈം, എൻ്റെ സമയത്തിൽ കൂടുതൽ ബർക്കത്ത്, സീക്രട്ട് എക്സ്പാൻഷൻ തരണമേ. Take a deep breathe in and breathe out. Bring awareness into your financial life. നിങ്ങളുടെ സാമ്പത്തിക ഏരിയയിലേക്ക് മനസ്സ് കൊണ്ടുവരിക. ഒരു പേടിയും ഇല്ലാതെ, ഒരു ഷെയിമും ഇല്ലാതെ, ജസ്റ്റ് an അവയർനെസ്സിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക. Now imagine your income, however small or large. ആ ഇൻകത്തിൽ നിങ്ങൾക്ക് ഇപ്പം ലഭിക്കുന്ന നിങ്ങളുടെ കയ്യിലുള്ള ഇൻകത്തിൽ സറൗണ്ടഡ് ബൈ എ ലൈറ്റ്, ഒരു ഡിവൈൻ ലൈറ്റ്, ബർക്കത്തിൻ്റെ ലൈറ്റ് വന്ന് വീഴുന്നതായും അത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നതായും അത് സ്ട്രെച്ച് ചെയ്യുന്നതായും അത് സഫീഷ്യൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നതായും നിങ്ങൾ കാണുക. ആ ഡിവൈൻ സീക്രട്ട് എക്സ്പാൻഷൻ, ബർക്കത്ത് ആ സമ്പത്തിലേക്ക്, മണിയിലേക്ക് വരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ, നമ്മളുടെ ഇമാജിനേഷൻ ഉള്ളതിനേക്കാൾ എത്രയോ വലുതാണ് അള്ളാഹു നമുക്ക് കരുതി വെച്ചിരിക്കുന്നത്. യാ റസാഖ് ബ്ലെസ് മൈ പ്രൊവിഷൻ വിത്ത് ബർക്കത്ത്. യാ റസാഖ് അള്ളാഹുവിൻ്റെ ഒരു നാമമാണ് റസാഖ്. ബ്ലെസ് മൈ പ്രൊവിഷൻ വിത്ത് ബർക്കത്ത്. ഫീൽ ട്രസ്റ്റ്. ടെൻഷൻ എല്ലാം മാറ്റിയിട്ട് അവിടെ ട്രസ്റ്റ് മാത്രം കൊണ്ടുപോയി. കൈ കഴിക്കുന്നെങ്കിൽ കൈ താഴേക്ക് മടിയിൽ വെക്കാം. കൈ കഴിക്കുന്നവർക്ക് കൈ മടി വെക്കാം, ഇല്ലെങ്കിൽ കൈ അവിടെ തന്നെ ഇരിക്കട്ടെ. ബർക്കത്തിന് എനർജി ആൻഡ് പ്രൊട്ടക്ഷൻ. ഇമാജിൻ യുവർ ബോഡി സറൗണ്ടഡ് ബൈ ദ കാം ലൈറ്റ്, സീക്രട്ട് ലൈറ്റ്, പ്രൊട്ടക്റ്റഡ് ഫ്രം അൺസീൻ ഹാം. അസുഖത്തിൽ നിന്നും, നമ്മൾ അറിയാത്ത കേൾക്കാത്ത ഹാം ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നിന്നും, അൺനെസസറി ലോസിൽ നിന്നും, നെഗറ്റീവ് ഇൻഫ്ലുവൻസിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ആ ദിവ്യമായ ലൈറ്റ്, ബർക്കത്തിൻ്റെ പ്രകാശം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. യാ ഹാഫീസ് പ്രൊട്ടക്ട് മൈ എനർജി. അള്ളാഹുവിൻ്റെ അടുത്തൊരു പേരാണ് യാ ഹാഫിസ്. യാ അള്ളാഹ്, യാ ഹാഫിസ് പ്രൊട്ടക്ട് മൈ എനർജി. ഫീൽ യുവർ നെർവസ് സിസ്റ്റം സോഫ്റ്റൻ. ബർക്കത്ത് ഓൾസോ പ്രൊട്ടക്ട് ചെയ്യും. ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ്സ് നമ്മളിലേക്ക് ഒഴുകി വരും. നൗ ബ്രിങ് ബോത്ത് ഹാൻഡ്സ് ടു യുവർ ഹാർട്ട്. രണ്ട് കൈയും നെഞ്ചിലേക്ക് വയ്ക്കുക. രണ്ട് കൈയും നെഞ്ചിലേക്ക് വയ്ക്കുക. ഓക്കെ. യാ അല്ലാഹ്, ഐ പ്യൂരിഫൈ മൈ ഇൻറ്റൻഷൻ. എൻ്റെ നിയത്ത് ഞാൻ കൂടുതൽ ശുദ്ധമാക്കുന്നു. ഈ 30 ദിവസവും ഏറ്റവും സൂക്ഷ്മതയോടുകൂടി തഖ്വയിലിരുന്നു കൊണ്ട്, നിനക്ക് വേണ്ടി ശുക്ർ ചെയ്തുകൊണ്ട്, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, നിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഉള്ള എൻ്റെ ഇൻറ്റൻഷൻ ഞാൻ അഗെയിൻ പ്യൂരിഫൈ ചെയ്യുന്നു. പ്ലേസ് ബർക്കത്ത് ഇൻ മൈ എഫർട്ട്. എൻ്റെ എല്ലാ എഫർട്ടിലും നീ ബർക്കത്ത്, സീക്രട്ട് എക്സ്പാൻഷൻ ചൊരിയണമേ. മൾട്ടിപ്ലൈ വാട്ട് ഈസ് ഗുഡ്. എന്താണോ നല്ലത് അതെനിക്ക് അധികരിപ്പിച്ച് തരണമേ. റിമൂവ് വാട്ട് ഡ്രെയിൻസ്. എൻ്റെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ എനിക്ക് മോശമാകുന്ന എല്ലാം എന്നിൽ നിന്നും എടുത്തു മാറ്റി തരണമേ. ടേക്ക് വൺ സ്ലോ ബ്രീത് ഇൻ. Inhale with faith. Exhale control. Inhale faith and exhale all tension and fear and all. Repeat. I trust your timing. Oh God, Ya Allah, I trust your timing. I trust your wisdom. I trust your barakat. ടേക്ക് എ പോസ്. അങ്ങനെ തന്നെ ഇരിക്കുക. ലെറ്റ് സ്റ്റിൽനെസ് സ്പീക്സ്. അങ്ങനെ തന്നെ ഇരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ സൃഷ്ടാവിനോട്, ഗോഡിനോട് നിങ്ങൾക്ക് എന്ത് പറയണമോ ഇപ്പൊ പറയുക.
ആസ് ആൻഡ് വെൻ യു റെഡി, എപ്പോഴാണോ നിങ്ങൾ ഓക്കെ ആകുന്നത്, ജെന്റ്ലി ഓപ്പൺ യുവർ ഐസ്. Thank you. Alhamdulillah. How do you feel now? Be relaxed. വെരി കാം. Can you connect with higher self? കുറച്ചെങ്കിലും ആ ഗ്രാറ്റിറ്റ്യൂഡ്, ഇൻഫാക്ട് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഫീൽ ചെയ്യുമ്പം കണ്ണുകൾ നിറഞ്ഞൊഴുകണം. ഇത്രയും എനിക്ക് കിട്ടിയല്ലോ, ആ ലെവലിലേക്ക് നമ്മൾ എത്തണം. കുറെ ആ പ്രാക്ടീസ് ചെയ്യുമ്പോൾ sorry. കുറെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആവും madam. Yeah. ഇപ്പൊ കുറച്ച് ഫീലിംഗ് കിട്ടി. ആ ഒരു ഇതിലേക്ക് എത്തണം. അതാണ് ഒരു പ്രോപ്പർ. ഇപ്പൊ നമ്മൾ പറയില്ലേ, ഇങ്ങനെ ഞാൻ എവിടെയോ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളിപ്പം നോമ്പ് 27-നെ കുറിച്ച് സാധാരണ പറഞ്ഞു. അപ്പൊ 27 നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഇന്ന് 27 ആയിരുന്നു എന്നെങ്ങനെ അറിയാം? ഇന്നാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രി എന്ന് എങ്ങനെ അറിയും എന്ന് ചോദിച്ചാൽ, ഒരു ഇത് പറയുന്നത്, നിങ്ങൾ അന്ന് പ്രെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണിൽ നിന്ന് നിങ്ങൾ അറിയാതെ കണ്ണീർ സൃഷ്ടാവിനോടുള്ള നന്ദി കൊണ്ട് നിറഞ്ഞൊഴുകിയിട്ടുണ്ടോ എങ്കിൽ അവിടെ മലക്കുകളുണ്ടെന്നാണ് പറയുന്നത്, ദൈവത്തിന്റെ മാലാഖമാരുണ്ടെന്നാണ്. സോ ആ രീതിയിലേക്ക് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയണം. ആ രീതിയിലേക്ക് നമ്മൾ ഇൻഡെപ്തില് നമുക്കത് ഫീൽ ചെയ്യണം. സോ അത് കുറച്ചുകൂടെ ആഴത്തിലേക്ക്, അതായത് സ്പിരിച്വൽ ഇൻക്ലിനേഷൻ, ആഴത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ആ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ബർക്കത്ത് ഈസ് നോട്ട് മോർ എഫേർട്ട്, ഇറ്റ്സ് ഡിവൈൻ മൾട്ടിപ്ലിക്കേഷൻ പ്ലേസ്ഡ് അപ്പോൺ സിൻസിയർ എഫേർട്ട്. നമ്മൾ സിൻസിയർ ആയിട്ടുള്ള എഫേർട്ട് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ബർക്കത്ത് നമ്മളിലേക്ക് എത്തും. ബർക്കത്ത് ജേണൽ എഴുതുക. ഈ 5 ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രം എഴുതി ഗ്രൂപ്പിലേക്ക് ഇട്ടാൽ മതി. ഗ്രൂപ്പിലേക്ക് ഇടണം. അതൊരു നമ്മളൊരു ഡെഡിക്കേഷനാണ്, ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്. ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. അതൊരു പ്രഷറൊന്നും ഞാൻ തരില്ല, പറ്റുന്നവർ ചെയ്യുക. പക്ഷേ ഇഫ് യു ക്യാൻ ഡു ദാറ്റ്, ഡെഫിനറ്റ്ലി ലൈഫ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ ഇന്ന് 2 മിനിറ്റ് നേരത്തെ നമ്മുടെ സെഷൻ കഴിഞ്ഞു. ഒരു സംശയം, നമ്മുടെ ഈ ബർക്കത്ത് വരണമെങ്കിൽ ഹലാലായ മാർഗത്തിലൂടെ ഉള്ള ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ ബർക്കത്ത് വരുള്ളൂ എന്ന് പറയും. നമ്മുടെ ഇൻകം സോഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റൻഷൻ സെറ്റ് ചെയ്യുന്നത് തന്നെ നമ്മളുടെ ആ ഇന്റൻഷനിൽ അതെല്ലാം വരണം. ഉറപ്പായിട്ട് ഇന്റൻഷൻ എന്ന് പറയുന്നത് അതാണ് ശുദ്ധീകരിച്ചുള്ള നീയത്ത്. ആ നീയത്തിൽ ഹലാലായ മാർഗത്തിലൂടെ അവിടെ തന്നെ എല്ലാം വരണം. അതെ. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് നാളെ വീണ്ടും കാണാം. പിന്നെ ഇതിന്റെ നേരത്തെ കഴിഞ്ഞതിന്റെ റെക്കോർഡിങ്സ് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ചാനലുണ്ടല്ലേ? ഓ, മാമിന്റെ ചാനലുണ്ടോ പ്രീവിയസ് സെഷൻസ് ഒക്കെ? യൂട്യൂബ് ചാനലുണ്ട്. അത് പബ്ലിക് ആണോ? അൺലിസ്റ്റഡ് അല്ലല്ലോ, പബ്ലിക് ആയിട്ടാണ്. ഇത് ഞാൻ പബ്ലിക് ആക്കി ഇട്ടു. കാരണം ആർക്കെങ്കിലും ചിലപ്പോൾ 2-3 പേര് സുഹറ എനിക്ക് പിന്നെ മെസ്സേജ് ഇട്ടു, ആർക്കും കഴിഞ്ഞ സെഷൻ ഒന്നുകൂടി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു കുറച്ച് അങ്ങനെയൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ കാണട്ടെ എന്ന് വിചാരിച്ചു. കുറെ പേരിലേക്ക് എത്തുന്നെങ്കിൽ എത്തട്ടെ എന്ന് വിചാരിച്ചു. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും ഇതേ സമയം കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു. താങ്ക് യു സോ മച്ച്. Thank you so much. ബൈ.